ഓം ശാന്തി. മഹാശിവരാത്രി വാരാഘോഷത്തിലാണല്ലോ നമ്മൾ. ഇന്ന് 5-ാമത്തെ ദിവസം. ഇന്ന് നമുക്ക് സമ്പൂർണ്ണ ഉപവാസ ദിനമായിട്ട് ആചരിക്കാം. ഉപവസിക്കുക, കൂടെ വസിക്കുക. അർത്ഥം കൂടെ. ആരുടെ കൂടെ? ഇന്ന് ഫുൾ ഡേ നമുക്ക് അറ്റൻഷൻ വയ്ക്കാം. നമ്മുടെ ഓരോ സങ്കല്പവും വാക്കും കർമ്മവും എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും ചെയ്യിപ്പിക്കുന്ന ആൾ സർവശക്തിവാനെ നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് ഫുൾ ഡേ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാം. ചെറിയ ചെറിയ കാര്യങ്ങൾ. രാവിലെ കണ്ണ് തുറക്കുന്നത് മുതൽ ഉപവാസം തുടങ്ങണം. കണ്ണ് തുറന്ന് ആദ്യം ഭഗവാനെ കണി കാണുക. താങ്ക്സ് ഗോഡ്. ഈശ്വരനോട് നന്ദി പറയുക. അപ്പോൾ ഓർമ്മ വരും, കണ്ണ് തുറന്ന് കിട്ടിയല്ലോ. എത്രയോ പേര് ഉറക്കത്തിൽ ശരീരം വിടുന്നു, മരിക്കുന്നു. എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റിയല്ലോ. വീണ്ടും ഒരു സുപ്രഭാതം തന്നതിന് ഭഗവാനോട് നന്ദി പറയുക. എഴുന്നേറ്റിട്ട് ഇരിക്കാൻ കഴിയുന്നുണ്ടല്ലോ, നന്ദി പറയുക. എഴുന്നേറ്റിട്ട് നടന്ന് ബാത്റൂം വരെ പോകാൻ കഴിയുന്നുണ്ടല്ലോ, നന്ദി പറയുക. കാലുകൾക്ക് ഈശ്വരനോട് നന്ദി പറയുക. അങ്ങനെ ഓരോ കാര്യത്തിനും ഇന്ന് ഫുൾ ഡേ നമുക്ക് മനസ്സുകൊണ്ട് നമ്മുടെ ശരീരത്തിനോട് നന്ദി പറയുക, ഈശ്വരനോട് നന്ദി പറയുക, നമ്മുടെ കൂടെയുള്ള എല്ലാവരോടും നന്ദി പറയുക, പ്രകൃതിയോടും സർവരോടും. ഓർമ്മ വച്ച നാൾ മുതൽ ഇതുവരെ നമുക്ക് ജീവിതയാത്രയിൽ മുന്നോട്ട് പോകാൻ എന്തൊക്കെ സഹായം ആരുടെ അടുത്തു നിന്നൊക്കെ കിട്ടിയോ എല്ലാവരെയും നന്ദിയോടെ ഓർമ്മിച്ചുകൊണ്ടിന്ന് നമുക്ക് ഇന്നത്തെ ദിവസത്തിൽ ഓരോ കാര്യവും ചെയ്യാം. ഇതാണ് സത്യമായ ഉപവാസം. അപ്പോൾ ഓരോ സ്റ്റെപ്പിലും ശരീരത്തിന് നന്ദി, മനസ്സിന് നന്ദി, നമ്മുടെ ബുദ്ധിക്ക് നല്ല തീരുമാനങ്ങൾ എനിക്ക് എടുക്കാൻ കഴിയുന്നതിന് നമ്മുടെ ബുദ്ധിക്ക് നന്ദി പറയാം. കൂടെ സഹായ സഹകരണങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, എല്ലാ ബന്ധുമിത്രാദികൾക്കും, പ്രകൃതിയുടെ 5 തത്വങ്ങൾക്കും നന്ദി പറയാം. അതിനെല്ലാം ഉപരി ഓരോ സ്റ്റെപ്പിലും സർവശക്തിവാനായ ഭഗവാനെ നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം ഒരു കർമ്മയോഗി ദിനമാക്കി മാറ്റാം. വ്രതം എന്തെടുക്കും? പൊതുവെ ഉപവാസം എന്ന് പറയുമ്പോൾ നമ്മളന്ന് ഒന്നുകിൽ ഒരിക്കലൂണ്, അല്ലെങ്കിൽ അരിഭക്ഷണം കഴിക്കാതിരിക്കുക, അല്ലെങ്കിൽ പഴങ്ങൾ മാത്രം കഴിക്കുക, ഇതൊക്കെ ചെയ്യാറുണ്ടല്ലോ. എന്തായാലും ശിവരാത്രി വാരാഘോഷമല്ലേ. നമുക്കിന്നു മുതൽ ശിവരാത്രി വരെ ഈ ഒരു ലക്ഷ്യം വയ്ക്കാം. കഴിക്കുന്നതിലും കുടിക്കുന്നതിലും ഒരു പഥ്യം, വ്രതം. എന്ത് വ്രതം പാലിക്കും? ഭക്ഷണം കഴിക്കാതിരിക്കേണ്ട, സാത്വിക ആഹാരം കഴിക്കും. ലക്ഷ്യം വയ്ക്കൂ. അവനവൻ്റെ വീട്ടിൽ സ്വന്തം കൈകൊണ്ട്, അല്ലെങ്കിൽ അമ്മ, സഹോദരി, ഭാര്യ അവനവൻ്റെ വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം കഴിക്കും. രണ്ടാമത്തത് സ്നേഹത്തോടുണ്ടാക്കി സ്നേഹത്തോട് വിളമ്പിക്കൊടുത്ത് സ്നേഹത്തോടെ കഴിക്കും. മൂന്നാമത്തത് ആഹാരപാനീയത്തിൽ സദോഗുണി ഭക്ഷണം കഴിക്കണം. മത്സ്യം, മാംസം, മുട്ട, എരിവ്, പുളി എല്ലാം കുറച്ച്. മത്സ്യം, മാംസം, മുട്ട തുടങ്ങിയ തമോഗുണി ആഹാരങ്ങൾ ഒഴിവാക്കി പച്ചക്കറികൾ, ധാന്യങ്ങൾ, പഴവർഗ്ഗങ്ങൾ നമുക്ക് ശിവരാത്രി വരെ ആഹാരമാക്കാം. കഴിയുമെങ്കിൽ ഉള്ളി, വെളുത്തുള്ളി തുടങ്ങിയ രജോഗുണി സാധനങ്ങളും കൂടി ഭക്ഷണത്തിൽ നമുക്ക് മാറ്റാം. ശിവരാത്രി വരെ ഇപ്രകാരമുള്ള സാത്വിക ആഹാരം കഴിക്കാം. പാനീയം കുടിക്കുന്നതിലും സൂക്ഷിക്കുക. നമ്മുടെ ശരീരത്തിന് ഹാനികരമായ ഒന്നും കഴിക്കുകയും കുടിക്കുകയും ചെയ്യാതിരിക്കുക. അത് മദ്യമാകട്ടെ, പുകവലിയാകട്ടെ, മറ്റ് ലഹരി വസ്തുക്കൾ എന്ത് തന്നെയാണെങ്കിലും എല്ലാറ്റിനും വ്രതം, എല്ലാം പഥ്യം പാലിക്കും പോലെ നമുക്ക് ശിവരാത്രി വരെ പാലിക്കാം. കുടുംബസമേത ഈ തീരുമാനം എടുത്ത് സാത്വിക ആഹാരം, സാത്വികമായ ആഹാരപാനീയം, ഈ ഉപവാസം നമുക്ക് ശിവരാത്രി വരെ എല്ലാവർക്കും പാലിക്കാം. പാലിച്ചു നോക്കൂ. സാത്വിക ആഹാരം കഴിച്ചു നോക്കൂ.
എന്താണ് ശരീരത്തിനും മനസ്സിനും ഉണ്ടാകുന്ന വ്യത്യാസമെന്ന് ഫീൽ ചെയ്യും. കാരണം ഇത് സമയമാണ് നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്ന ഒരു ശിവരാത്രി കാലഘട്ടമാണ്. ഒരു ദിവസത്തെ ശിവരാത്രി ആഘോഷത്തിൻ്റെയോ പഥ്യത്തിൻ്റെയോ കാര്യമല്ല. കാലം ഏതാണ്? നമ്മൾ പറയാറില്ലേ, കലികാലമല്ലേ, കലിയുഗം മാറുകയാണ്, സത്യുഗം വരികയാണ്. ഇപ്പം നമ്മൾ പോകുന്നത് സംഗമത്തിലാണ്. ഈ സമയം സംഗമയുഗമാണ്. സ്വയം പരംപിത ശിവ പരമാത്മാ സർവമംഗളകാരിയായ ഈശ്വരൻ നമ്മളോടൊപ്പം ഈ ഭൂമിയിൽ വന്ന് നമുക്ക് ഈശ്വരീയ ജ്ഞാനം നൽകി വെളിച്ചം നൽകുന്ന സമയമാണ്. നമ്മുടെ മൂന്നാം കണ്ണ് തുറന്നു തരുന്ന സമയമാണ്. അതാണ് ഈ സമയത്തിൻ്റെ പ്രത്യേകത. ദേഹമാണെന്ന അജ്ഞാന അന്ധകാരത്തിൽ നിന്ന്, ദേഹബോധത്തിൻ്റെ ഇരുട്ടിൽ നിന്ന് പുറത്തു വരാൻ, നമ്മളെല്ലാവരും ഒരു പരമാത്മാവിൻ്റെ മക്കളാണെന്ന വെളിച്ചത്തിൽ ജീവിക്കാൻ. അതാണ് പറയുന്നത്, തമസോമ ജ്യോതിർഗമയ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരാനുള്ള ടൈമാണിത്. അസതോമ സദ്ഗമയ, അസത്യബോധത്തിൽ നിന്ന് സത്ബോധത്തിൽ ജീവിക്കാനുള്ള ടൈമാണിത്. മൃത്യോർമ അമൃതംഗമയ, മരണഭയത്തിൽ നിന്ന് അമരത്വബോധം. ഞാനൊരു അനശ്വര ആത്മാവാണ്, പരമാത്മാവിൻ്റെ സന്താനമാണ്. അപ്പോൾ നമുക്ക് മരണഭയം, നമ്മളെ പ്രതിയോ മറ്റുള്ളവരെ പ്രതിയുള്ള ഭയത്തിൽ നിന്ന് നമ്മൾ മുക്തരാക്കും. കാരണം നമ്മളെല്ലാവരും ഒരു അമരനാഥൻ്റെ മക്കളാണ്. അതുകൊണ്ട് ഈ വർഷത്തെ ശിവരാത്രിയിൽ നമുക്ക് ഇന്ന് ഉപവാസം പരംപിത പരമാത്മാവിൻ്റെ ഓർമ്മയിൽ നന്ദിയോടെ ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഫുൾ ഡേ കാര്യങ്ങൾ ചെയ്യാം. വ്രതം ഏതാണ്? ആഹാരപാനീയങ്ങൾ സാത്വികമാക്കാം. കാരണം സദോഗുണി കാലമാണ് വരാൻ പോണത്, സാത്വിക കാലം. സത്യുഗം എന്ന് പറഞ്ഞാൽ തന്നെ സത്യം, ധർമ്മം, നീതി, സുഖം, ശാന്തി, സന്തോഷം, സമൃദ്ധി, ആരോഗ്യം. നമ്മളെല്ലാവരും ആ സദോഗുണി കാലഘട്ടത്തിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ പോവുക. കലിയുഗ രാത്രിയുടെ ദിനങ്ങൾ കടന്നു പോവുകയാണ്. സത്യുഗി പ്രഭാതം പുലരാൻ പോവുകയാണ്. അതിന് തൊട്ടു മുമ്പുള്ള സമയത്തിലൂടെയാണ് ഇപ്പം നമ്മളെല്ലാം കടന്നു പോണേ. അതുകൊണ്ട് നമുക്ക് ഒരു ദിവസത്തെ ശിവരാത്രിയല്ല, ഇനി മുന്നോട്ടുള്ള നമ്മുടെ കാലം, സമയം നമുക്കെല്ലാവർക്കും സദോഗുണിയായി മാറാൻ, പതിതത്തിൽ നിന്ന് പാവനമാക്കാൻ, തമോ ഗുണിയിൽ നിന്ന് സദോഗുണിയാകാൻ, അതിനുള്ള സമയമാണിത്. അതുകൊണ്ട് ഈ സമയം ഉപവാസം സർവശക്തിവാൻ പരമാത്മാവിൻ്റെ ഓർമ്മയ്ക്കും സാത്വിക ജീവിതത്തിനും പ്രാധാന്യം കൊടുക്കാം. അതുകൊണ്ട് ഇന്ന് ഫുൾ ഡേ ഒരു അറ്റൻഷൻ വയ്ക്കാം. ഇന്നൊരു 24 മണിക്കൂർ നമുക്ക് ഈ ഒരു ലക്ഷ്യം വയ്ക്കാം. എനിക്ക് സദോഗുണിയായി ജീവിക്കണം. സങ്കല്പങ്ങളും സദോഗുണി, വാക്കുകളും സദോഗുണി, ദേവതകളെ പോലെയുള്ള വാക്കുകൾ ഉപയോഗിക്കാം. ദൈവികമായ വാക്ക്. ദൈവം സംസാരിച്ച എങ്ങനെയുണ്ടാവും? ആ അച്ഛൻ്റെ മക്കളാണ് നമ്മൾ, ശിവപരമാത്മാവിൻ്റെ മക്കൾ. ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ നമ്മൾ ഈശ്വരനെ ബാബ എന്നാണ് വിളിക്കുന്നത്. ശിവപിതാവിൻ്റെ മക്കൾ, ശിവബാബയുടെ മക്കൾ, അച്ഛനെ പോലെയുള്ള മക്കൾ. അതുകൊണ്ട് ഇന്നത്തെ ഫുൾ ഡേ വാക്കുകളിൽ നമുക്ക് ശ്രദ്ധിക്കാം. ഭഗവാനെ പോലെ ഈശ്വരൻ എന്നോട് സംസാരിച്ച് എങ്ങനെയുണ്ടാവും അതുപോലെയായിരിക്കും ഞാൻ ഇന്നെല്ലാവരോടും സംസാരിക്കുക. ഭക്ഷണം ഏതെന്നാണോ ക്ഷേത്രത്തിൽ നിവേദ്യം വയ്ക്കണേ, അത് മാത്രമേ ഈ ശരീരമാകുന്ന ക്ഷേത്രത്തിലിരിക്കുന്ന മൂർത്തിയാണ് ഞാൻ, പരമാത്മാ സന്താനാണ്. അതുകൊണ്ട് എൻ്റെ ഭക്ഷണം, ഞാൻ കഴിക്കുന്നതും കുടിക്കുന്നതുമെല്ലാം സാത്വികമായിരിക്കണം, സദോഗുണിയായിരിക്കണം, നിവേദ്യമായിരിക്കണം. ഇതാകട്ടെ നമ്മുടെ ഇന്നത്തെ വ്രതം. ഓം ശാന്തി.